രാഷ്ട്രീയ അസ്ഥിരതയ്ക്കൊടുവിൽ ബംഗ്ലാദേശിൽ പട്ടാള ഭരണം. പ്രധാനമന്ത്രി പദം രാജിവെച്ച് രാജ്യത്ത് നിന്ന് പലായനം ചെയ്ത് ഷെയ്ഖ് ഹസീന. ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന് പട്ടാള മേധാവി വഖാർ ഉർ സമാൻ അറിയിച്ചു. മരണം 300 കടന്നു. പ്രധാനമന്ത്രിയുടെ വസതി പ്രക്ഷോഭകർ കയ്യേറി. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് മുന്നിൽ പ്രധാനമന്ത്രി പദം രാജിവെച്ച് കീഴടങ്ങിയാണ് അവാമി ലീഗ് നേതാവ് ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടത്. സഹോദരി ഷെയ്ഖ് രഹനയ്ക്കൊപ്പം ഇന്ത്യയിലാണ് ഹസീന അഭയം തേടിയത്. രാജ്യക്കാര്യവും ഷെയ്ഖ് ഹസീന നാടുവിട്ടതും സ്ഥിരീകരിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സൈനിക മേധാവി വഖാർ ഉർ സമാൻ സ്ഥിരീകരിച്ചു. ബംഗ്ലാദേശിൽ താൽക്കാലിക പട്ടാള ഭരണം ഏർപ്പെടുത്തിയതായും ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്നും പട്ടാള മേധാവി വ്യക്തമാക്കി. രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുമായി ഇതിനകം സംസാരിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം സർക്കാരിനെ ആര് നയിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും വഖാർ പറഞ്ഞു. പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും സൈന്യം അന്വേഷിക്കും. ഇപ്പോൾ തുടരുന്ന അക്രമം പ്രക്ഷോഭകർ അവസാനിപ്പിക്കണം. അവരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും വഖാർ ഉർ സമാൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ജൂലൈ 15-നായിരുന്നു സംവരണ വിഷയത്തിൽ ബംഗ്ലാദേശിൽ പ്രക്ഷോഭം തുടങ്ങിയത്. 1971-ലെ ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലികളിൽ 30% സംവരണം അനുവദിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവായിരുന്നു പ്രതിഷേധത്തിന് കാരണം. എന്നാൽ ഈ സംവരണം സുപ്രീം കോടതി 5% വെട്ടിച്ചുരുക്കിയത് സമരത്തെ തണുപ്പിച്ചെങ്കിലും വീണ്ടും സമരം ശക്തമായി. പ്രധാനമന്ത്രി രാജിവെക്കണമെന്നും സമരത്തിൽ കൊല്ലപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് വീണ്ടും ധാക്കയിലെ തെരുവുകൾ പ്രക്ഷുബ്ധമായി. ഭരണകക്ഷിയായ അവാമി ലീഗ് അനുഭാവികളുമായി സമരക്കാർ നടത്തിയ ഏറ്റുമുട്ടലിൽ 100 പേർ കൂടി കൊല്ലപ്പെട്ടതോടെ പ്രക്ഷോഭത്തിൽ ആകെ മരിച്ചവരുടെ എണ്ണം 300 കടന്നു. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരതയും പട്ടാള ഭരണവും കണക്കിലെടുത്ത് അതിർത്തിയിൽ ഇന്ത്യ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. 1996 മുതൽ 2001 വരെയുള്ള കാലയളവിന് ശേഷം 2009-ലാണ് ഷെയ്ഖ് ഹസീന വീണ്ടും പ്രധാനമന്ത്രി പദത്തിലെത്തിയത്. പിന്നീട് പ്രതിപക്ഷ സ്വരങ്ങളെയെല്ലാം അടിച്ചമർത്തി ബംഗ്ലാദേശ് അടക്കി ഭരിച്ചു. ബംഗ്ലാദേശ് സ്ഥാപകൻ മുജീബുർ റഹ്മാന്റെ മകളായ ഷെയ്ഖ് ഹസീനയ്ക്ക് പ്രക്ഷോഭത്തെ തുടർന്ന് ഒടുവിൽ സ്വന്തം രാജ്യത്ത് നിന്ന് തന്നെ പലായനം ചെയ്യേണ്ടി വന്നിരിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.